വരാൻ വായിക്കും കുറച്ച്. അഖിലേട്ടൻ അച്ഛ മസായോ നിന്നെ കൊല്ലു കൊല്ലൂടി എന്താ മോളെ എന്നെ പറ്റി You slip through every crack. The laughter gone, you won't come back. But I still stay, I won't give in. There's love that fights beneath the skin. അമ്മ എന്തിയേ? എന്തുവാടാ ഇത്? ഇതെന്തുവാന്ന്? അച്ഛാ അച്ഛാ അമ്മേ ബസ് വന്നു. ഒന്ന് ഇതുവരെ എടുത്ത് വെച്ചില്ല. ബസ് വന്നു. എന്നിട്ട് നീ ഇവിടെ കളിച്ചിരിക്കാം. വാ ഒന്ന് വേഗം നടക്കാൻ. ചേച്ചി ഇന്ന് 3 മണിക്ക് എത്തിയ സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. അച്ഛാ ടാറ്റാ. ടാറ്റാ. ശരി ചേച്ചി. സാറേ, എൻ്റെ കാര്യം. ഉത്തമാ ഒന്ന് വന്നേ. സാർ, താൻ ഇയാൾ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി വെക്ക്. ഞാൻ വന്നിട്ട് സൈൻ ചെയ്തോ. ഞാനിവരുടെ കൂടെ പൊന്നുമല കോറി വരെ ഒന്ന് പോയിട്ടിടാം. നിങ്ങളെ കാര്യം ശരിയാണെങ്കിൽ ആദ്യം സാറിൻ്റെ കാര്യം ഒന്ന് ശരിയാക്കി കൊടുക്കി. നമുക്ക് പോവാം. സാറിൻ്റെ കാര്യമോ? ഞാനോ? ഒന്നും മനസ്സിലായില്ല. കാശ് ആരും കാണണ്ട, എൻ്റെ പോക്കറ്റിൽ കിട്ടുള്ളൂ. എത്ര ദിവസമായി നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങിയിട്ടില്ലേ? ഇപ്പം ശരിയായി. കുമാരേട്ടാ, ഓ എന്തായി? ഞാൻ ഇന്ന് രാവിലെ വില്ലേജ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പേപ്പറൊക്കെ നാളേക്ക് എന്തായാലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജോലിയെ ബാധിക്കുന്ന കാര്യം കുമാരേട്ടാ. കുമാരേട്ടൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അതെല്ലാം എനിക്കറിയാം ആ സാറേ. പട്ടയൊന്ന് റെഡിയാക്കി തരൂ കേട്ടോ. ആ, ഞാൻ ഉടനെ തന്നെ ബാങ്കിൽ എത്തിച്ചേരാം സാറേ. മോളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? മോള് നല്ല പോലെ പഠിക്കുന്നുണ്ട്. അതെ. ആ, ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കാറുണ്ട് സാറേ. ഓ, അപ്പോൾ ശരി എന്നാ. ആ.
പറഞ്ഞ കാശൊക്കെ ഉണ്ടല്ലോ, മുഴുവനും ഉണ്ട്. ഇനി ഞങ്ങൾ കണ്ടെടുത്തോളാം. പിന്നെ നിന്റെ പാറ പൊട്ടിക്കാതിരിക്കുകയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീൽ ചെയ്തോളാം. അത് ഞങ്ങൾ ചെയ്തോളാം. ഇല്ലടാ. ഓ പിന്നെന്താ പോലെ ഇത് ഞാനാടോ. ഇതാരാ? വസന്തേട്ടനോ? എങ്ങനെ ഇവിടെ എത്തി? എനിക്ക് ട്രാൻസ്ഫർ ആയി. ഇവിടുത്തെ കേരള ബാങ്ക് ശാഖയില. ആണോ? വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? ആ, കുഴപ്പമില്ല. എന്തായാലും വന്നതല്ലേ, വാ കേറി ഒരു ചായ കുടിച്ചു പോ. ഓ, തീർച്ചയായും. പുള്ളിക്കാരൻ തരക്കേടില്ലല്ലോ. ആളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കല്യാണത്തിന് എനിക്ക് കൂടാൻ കഴിഞ്ഞില്ലല്ലോ. നിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നല്ലോ അച്ഛൻ്റെ വാശി. എന്തായാലും അത് നടന്നല്ലോ. വസന്തേട്ടന്റെ കല്യാണക്കാരി എന്തായി? ആ, അവിടെ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കവിതയില്ലേ? അവളോ? ആ, അതൊക്കെ എപ്പോ? അന്നത്തെ നമ്മുടെ ജീവിതം. വസന്തേട്ടന് ഇതൊന്നും മറന്നില്ല അല്ലേ? എന്ത് രസമായിരുന്നു അല്ലേ? നമ്മുടെ അന്നത്തെ ബസ് ഓർക്കാൻ തന്നെ എന്ത് രസല്ലേ. നിങ്ങളായിരുന്നോ? ആരാടിയാവേ? ഉണ്ണിമാമയുടെ മോൻ വസന്തേട്ടനെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഓ, നിന്റെ മുറച്ചെറുക്കൻ. അതെ. നീ എന്നെ പൊട്ടനാക്കൊന്നും വേണ്ടടി. ഞാനില്ലാത്തപ്പോ അവനെ നീ വിളിച്ചു വരുത്തി. സംശയരോഗി മൂക്കറ്റം കുടിച്ചു വന്ന് അനാവശ്യം പറയരുത്. പറഞ്ഞോ നീ എന്ത് ചെയ്യോടി? എന്ത് ചെയ്യുന്നു? എല്ലാം ഞാൻ കേട്ടടി. എന്നെ ചതിച്ചില്ലേടി? എന്നെ ചതിച്ചില്ലേ? എനിക്ക് എന്താണടി? നീ കരയാതെ കാര്യം പറ. അതെ, ആ ശരി ശരി. ഇനി ഏതായാലും നീ അവിടെ നിൽക്കണ്ട. നീ മോളെ കൂട്ടി റെഡിയായി നിൽക്ക്. ഞാൻ വണ്ടിയായിട്ട് ഇപ്പം വരാം. ആ ശരി ശരി. സാറേ, എണ്ണി നോക്കൂ. വിരല് നന്നായിട്ട് മുക്കതില്. ആ കണ്ടോ, കൈക്കൂലി വാങ്ങിയതിന് തങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തന്റെ മരോനതാ കുടിച്ച ലക്കില്ലാണ്ട് തല്ലുകൂടുന്നാ. നിർത്തടാ, നിർത്താനല്ലേ പറഞ്ഞേ? എന്താടാ ഗോപിയെ? ഇവനോട് 1000 രൂപ കടം വാങ്ങിയിട്ട് മാസം 4 ആയി. ഇപ്പൊ ചോദിച്ചപ്പം പറയാ കിട്ടുന്ന വഴി നോക്കിക്കോന്ന്. ഇവനിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? എന്റെ പൈസേന്റെ പ്രശ്നല്ലേ? എനിക്ക് എന്റെ പൈസ പ്രശ്നം കഴിഞ്ഞല്ലേ? നിങ്ങളൊക്കെ എന്ത് കാണാൻ നിൽക്കുക? ഒന്ന് പോയിക്കൂടെ? നേരാ മണ്ണ് കൊടുക്ക്. കണ്ടവനോട് പേട്ടടി വാങ്ങി നടക്ക ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ കണക്ക്?
കള്ളും കുടിച്ച് ഓഫീസിൽ പോയിട്ട് കണ്ടോൻ്റെ അടുത്ത് കൈക്കൂലിയും വാങ്ങി പണി പോയ സ്ഥിതിയപ്പോ ഇനിയെങ്കിലും ഒന്ന് നേരാൻ വണ്ണം ജീവിച്ചൂടെ? വെറുതെ അല്ല എൻ്റെ ആ പാവം പെണ്ണ് ഇട്ടിച്ച് പോയത്. വൈകിട്ടൊന്നുമില്ല, ഇനി കുറേ സമയം കിടക്കുന്നുണ്ട്. ഒന്ന് മനുഷ്യനായിട്ട് ജീവിക്കുക. വൈകിട്ടൊന്നുമില്ല, ഇനി കുറെ സമയം കിടക്കുന്നുണ്ട്. ഒന്ന് മനുഷ്യനായിട്ട് ജീവിക്കുക. ഞങ്ങളെത്തി. സാറേ, ഇത് നമ്മൾ കഴിക്കുന്ന എന്തിനാ അറിയോ? നമ്മളൊന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട്. അല്ലാതെ ചത്ത വീട്ടിൽ കുത്തിരിക്കണായിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ വെള്ളടി സാറ് നിർത്തിയാലേ പിണങ്ങിപ്പോയ ഭാര്യയും മോളും തിരിച്ചു വരൂടോ. എവിടെ വരാ? നല്ലോണം പൊതിക്കടി. ആ, ഞാൻ പറഞ്ഞ പോലെ പറ. ഓക്കെ, അമ്മയും കൂട്ടി ഇന്ന് സിനിമയ്ക്ക് പോകും. ഈ കുളിർക്കാറ്റും ഇറന്നിലാവും വഴിയറിയാതെ ഇരുളിൽ തേങ്ങും ആരെ ആലോചിച്ചിരിക്കാടി നീ? നിന്റെ മറ്റവനെയാ? ഗീതം ശോകാദ്രമാകും ഇലകൾ കൊഴിഞ്ഞൊരാശിശിരത്തിനോർമ്മകൾ ഇടനെഞ്ചിനാഴം കനൽ നിറയ്ക്കും. ഈ കുളിർക്കാറ്റും ഈറന്നിലാവും വഴിയറിയാതെ ഇരുളിൽ തേങ്ങും താരങ്ങൾ. അല്ലെങ്കിൽ നിന്നെ ഞാൻ ഏടൊക്കെ നോക്കി. ഞങ്ങൾ സാധനം വാങ്ങാൻ പോകുന്നുണ്ട് ബീവറേജിൽ. ഈ കട്ടക്കിടുക? ഞാനില്ല, നീ പോയിക്കോ. ഞങ്ങൾ സാധനം വാങ്ങി അടിക്കുമ്പോൾ പറ്റടിക്കാൻ അങ്ങോട്ട് വരരുത് കേട്ടോ. ഞാൻ ആരെയും പറ്റടിക്കാനൊന്നും അങ്ങോട്ട് വരുന്നില്ല, നീ വിട്ടോ. ഇതിനിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമായി പറയുന്നത് കുടി നിർത്തിന്ന്? ഇമ്പാതിരി തമാശ ഒന്നും പറയരുത് കേട്ടോ. ഞാനില്ല മലയാളത്തിൽ എന്നോട് പറഞ്ഞ് ചിലക്കാണ്ട് പോടാർന്ന്. ഇതിപ്പോൾ 2025 ഏറ്റവും ഒറ്റ തന്നാലുണ്ടല്ലോ. ഒരല്പം സ്വസ്ഥത തരില്ല എന്ന് വെച്ചാൽ അല്ല പിന്നെ അല്ല. മോൾ ഇതുവരെയുള്ള കഥ കേട്ടില്ലേ? ഇനി ഞാൻ കലി ബാധിച്ച് കൃഷ്ണശാപം ഏറ്റുവാങ്ങിയ അശ്വത്ഥാമാവിന്റെ കഥ പറയാം. നിക്കവിടെ, ഈ പണി കയറണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടുന്ന് എന്നോട് പറഞ്ഞാൽ മതി. അച്ഛാ, ഞാൻ വന്നത് സീതേനെ മോളെ കൂട്ടിക്കൊണ്ടുപോകാനായിരിക്കും. അതിന് ഞാൻ സമ്മതിക്കില്ലല്ലോ. എനിക്കെന്റെ മോളെ മനസമാധാനാ മറ്റെന്തിനേക്കാളും പ്രധാനം. കേസ് ഉടനെ വിധിയാവും. അടുത്ത തന്നെ എനിക്ക് ജോലി കയറാനാവും. ആത്മാർത്ഥമായി ജോലി ചെയ്ത് മാനം മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. സീതേന്റെ മോളെയും കാര്യത്തില് ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. വക്കീൽ നോട്ടീസ് പിറകെ വരും. അത് പറ്റില്ല അച്ഛാ, സീതേനെ മോളെ എൻ്റെ കൂടെ വരണം. അഖില, ഒരുവിധം ദുശീലങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ നിന്റെ ഒടുക്കത്തെ സംശയ രോഗം ഉണ്ടല്ലോ, അതൊരിക്കലും നിന്നെ വിട്ട് മാറില്ല. സീതയെ ഇനി ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല, സംശയിക്കുകയില്ല. സീതയും മോളും ഇല്ലാത്ത ജീവിതം എനിക്കിനി വയ്യ. ഇങ്ങനെ പോയാൽ എനിക്ക് നീ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുന്നതായിരിക്കും. പറ്റുമെങ്കിൽ അതാ നല്ലത്. ബാക്കിയുള്ളവർക്ക് അല്പം സമാധാനം കിട്ടുമല്ലോ. മോളെ, മോക്ക് തിന്നാനും കുടിക്കാനും ഇവിടെ ധാരാളം ഉണ്ട്. നിന്റെ ഒരു സാധനം വേണ്ട. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്.
കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഫസ്റ്റ് ടൈം. അവൻ പുതിയ കസ്റ്റമർ ഉണ്ടാക്കാണല്ലോ. ചേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പവറാണ് പവർ. ഇവൻ മിക്കവാറും കേരളം മൊത്തം പൊടി പാറിക്കും. വന്നല്ലോ ഉപദേശകൻ. സാറേ, സാറിന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുന്ന ആളാണ്. ഇത് അതുപോലെയല്ല സാറേ. ഒരിക്കൽ പെട്ടുപോയാല് പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല സാറേ. ജയിലിലും ഡി അഡിക്ഷൻ സെന്ററിലും വെച്ച് ഞാൻ കണ്ട ലഹരിക്കിരകളായവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ദയനീയ ചിത്രങ്ങൾ കരളലിയിപ്പിക്കുന്നതായിരുന്നു. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ സമൂഹത്തിനോട് പറയുന്ന ഈ ആശയം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് മാരക വിഷലഹരികളെ തുടച്ചു നീക്കട്ടെ. എൻ്റെ ശിഷ്ടജീവിതത്തിലെ ഓരോ ശ്വാസവും സമൂഹത്തിൽ മയക്കുമരുന്നിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിൽ മാത്രമായിരിക്കും. ശിക്ഷ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കിടക്കുകയല്ലേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. സൈൻ ചെയ്തോളൂ. ഡോക്ടർ അയച്ച വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുസ്തക പ്രകാശനം എന്നെ അറിയിക്കണം കേട്ടോ. തീർച്ചയായും സാർ. കയറിക്കോ സാറേ. സാറേ, ഇന്ന് രാവിലെ നമ്മുടെ ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് ഒരു പയ്യൻ ചാടിപ്പോയി. ഓൻ അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. ഓൻ അച്ഛനെ കൊന്ന് ജയിലിലായിരുന്നു. പിന്നെയാണ് നമ്മുടെ ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തിയത്. ഇനി അവൻ അമ്മയെ കൊല്ലാൻ പോയതാണോ? കണ്ടോ സാറേ, യുവമാരൊക്കെയാണ് അന്യ സംസ്ഥാനത്തു നിന്ന് മയക്കുമരുന്നൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ പയ്യന്മാർക്കൊക്കെ കൊടുക്കുന്നത്. എല്ലാവർക്കും പേടിയാ സാറേ യുവമാരെ. വലിയ ഗുണ്ടാ സെറ്റപ്പൊക്കെ ഉണ്ട് സാറേ യുവമാർക്ക്. വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ മോളെ ബാംഗ്ലൂർ വിട്ട് പഠിപ്പിച്ച്. അവിടുന്ന് എൻ്റെ മോളെ മാനസിക നില തെറ്റിയ രീതിയിലാണ് ഡോക്ടറെ എനിക്ക് തിരിച്ചു കിട്ടിയത്. സാധാരണ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരിലൊക്കെയാണ് ഇങ്ങനെ കാണാറുള്ളത്. എന്ന് വെച്ച് മോള് ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇൻഡയറക്ട്ലി മോളുടെ ശരീരത്തിൽ അത് കേറിയിട്ടുണ്ട്. എന്റെ പോരാ, ബാങ്കുകാർ കൊണ്ടുപോയി എന്റെ മോളെങ്കിലും എനിക്ക് രക്ഷിച്ചു തരണം. കുഴപ്പമില്ല, നമുക്കിത് ട്രീറ്റ്മെന്റിലൂടെയും കൗൺസിലിങ്ങിലൂടെ ഒക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അഖിലൻ വരൂ, ഇരിക്കെ. റിലീസ് ചെയ്ത ഉടൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ച എന്തിനാണെന്നറിയോ? മന്ത്രി MLA ഒക്കെ സ്ഥലത്തുണ്ട്. അവരിപ്പോൾ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരും. ഇതാ നിന്റെ പുസ്തകം. താങ്ക് യു സാർ. നന്നായിട്ടുണ്ട് സാർ. സാർ, മിനിസ്റ്ററും MLA വരുന്നുണ്ട്. നമസ്കാരം മാഡം. വരൂ, ഇങ്ങോട്ട്. ഞാൻ ഇവിടെ ഇരുന്നോളാം. മാഡം, ഇതാണ് നമ്മുടെ അഖിലൻ. നമസ്കാരം മാഡം. ഓ, ഇതാണല്ലേ കഥാനായകൻ. ഇരിക്കടോ. അഖിലൻ, നിങ്ങൾ മുന്നോട്ട് വെച്ച പ്രോജക്റ്റ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന വാർത്ത? 15ഓളം ഹൗസ് സർജൻസ് ആയ ഡോക്ടർമാരല്ലേ ഇവിടെ മയക്കുമരുന്ന് റാക്കറ്റിൽ അകപ്പെട്ടത്. പുതിയ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭീകരതയുടെ വ്യാപ്തി നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറത്തല്ലേ? ഇവിടെയാണ് അഖിലൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ പ്രസക്തി. സമൂഹം ഒറ്റക്കെട്ടായി ഗവൺമെന്റിന്റെ കൂടെ നിന്നാലേ നമുക്ക് ലക്ഷ്യം നേടാനാവൂ. നമ്മുടെ മുഖ്യമന്ത്രി ഇതിന്റെ കരട് രൂപരേഖ തയ്യാറാക്കാനായി സെക്രട്ടറി തലത്തിൽ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. താങ്ക് യു മാഡം. You keep improving. I am always with you. Okay. എന്റെ മോനെ
മോനാണോ? അതെ, ആളായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ. പഠിക്കാൻ വിട്ടപ്പോ ഇതിനായിരുന്നു എന്ന് അറിഞ്ഞില്ല ചേച്ചി. നമ്മുടെ അമ്മമാരുടെ അവസ്ഥയാണത്. നാട്ടിൽ മൊത്തം ഇത് തന്നെയല്ലേ കാണും. യുവ എഴുത്തുകാരനായ അഖിലിന് ആദരം. അഖിൽ എഴുതിയ പുതിയ പുസ്തകത്തിന്റെ പ്രകാശനം കേരള മുഖ്യമന്ത്രി ടൗൺ ഹാളിൽ വെച്ച് ഇന്ന് വൈകിട്ട് നിർവഹിക്കും. ലഹരിക്കിരയായി ഒടുവിൽ ഡി അഡിക്ഷൻ സെന്ററിലും ജയിലിലും കഴിയേണ്ടി വന്ന അഖിലിന്റെ ജീവിതാനുഭവങ്ങളാണ് ഈ പുസ്തകത്തിനും അദ്ദേഹം മുന്നോട്ട് വെച്ച പുത്തൻ ആശയത്തിനും ആധാരം. മോളെ മോളെ മോളെ, അച്ഛനോട് മാപ്പാക്കൂലേ? ശരി. മോളച്ചനോട് എന്നെ ക്ഷമിച്ചു അല്ലേ? അഭിനന്ദനങ്ങൾ അഖിലൻ. നിങ്ങളുടെ ഈ പുസ്തകം ഞാൻ മുഴുവനായി വായിച്ചു. നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന ലഹരിയെ ഉന്മൂലനം ചെയ്യാൻ സർക്കാരിനും നാടിനും ഇതൊരു വലിയ മുതൽക്കൂട്ടാണ്. നിങ്ങൾ ഈ നാടിനായി ചെയ്തിരിക്കുന്നത് മഹത്തായ കാര്യമാണ്. മയക്കുമരുന്നിരകളായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്കൊപ്പവും കാരിയേഴ്സിനൊപ്പവുമുള്ള അദ്ദേഹത്തിന്റെ ജയിലിലെയും ഡി അഡിക്ഷൻ സെന്ററിലെയും ജീവിതാനുഭവങ്ങളിലൂടെ സംശീകരിച്ചെടുത്ത ഈ ആശയം കോവിഡ് മഹാമാരിക്കാലത്ത് നമ്മൾ എങ്ങനെയാണോ റൂട്ട് മാപ്പും ലോക്ക്ഡൌണുമൊക്കെ സൃഷ്ടിച്ച് അണുവാഹകരെ കണ്ടെത്തി അവരെ ക്വാറന്റൈൻ ചെയ്തത്, അപ്രകാരം വളരെ സൂക്ഷ്മവും പ്രായോഗികവുമായ രീതിയിൽ പൊതുജന പങ്കാളിത്തത്തിൽ RRT കാഡറ്റുകൾ ഉപയോഗിച്ച് പ്രതിരോധം സൃഷ്ടിക്കുക. ഇഞ്ചിഞ്ചായി ജീവനെടുക്കുന്ന ന്യൂജൻ മയക്കുമരുന്നുകൾ മൂലം ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികളടക്കമുള്ള യുവസമൂഹം നേരിടുന്ന അപകടകരമായ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. തടയണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എന്താണ് ബാഗിൽ?
കഞ്ചാവാണോ അതോ എം ഡി എം നാളെയുടെ വാഗ്ദാനമായ നിങ്ങൾ ഓരോരുത്തരും ഇതിലെന്താ കാണിച്ചേ? ഒന്നും ചേർത്തില്ല. നിനക്ക് ഞാൻ കാണിച്ചോടാ റാസ്കൽ. ഹലോ കൺതുറന്ന് കാത്തു ചേർത്ത് ബുദ്ധി കൊണ്ടെറിഞ്ഞ് നമ്മൾ താണ്ടണം ഒഴിഞ്ഞു കത്തുമത്തമച്ചതിക്കളങ്ങൾ പകച്ചിടാതടിപ്പെടാതെ ഉണർന്നിടാം കരങ്ങൾ കോർത്തുയർത്തി യജ്ഞിയായി ജ്വലിച്ചടർക്കളം ജയിച്ചിടാം കടമെടുത്ത കുടില രാസപൊടികളാല ലഹരിയേറ്റി കലിപടർത്തി മതമെടുത്തു കുടമുടച്ച് അച്ഛനല്ല അമ്മയല്ല പെങ്ങളല്ല സോദരന്റെ നെഞ്ചിലേക്ക് കത്തി കയറ്റി ലഹരി വിഷം വേണ്ട 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 ഈ കൊടിയ വിഷം വേണ്ട 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 ലഹരി വിഷം വേണ്ട 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 ഈ കൊടിയ വിഷം വേണ്ട 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 ലഹരി വിഷം വേണ്ട 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 ഈ കൊടിയ വിഷം വേണ്ട 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 ലഹരി വിഷം വേണ്ട 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 ഈ കൊടിയ വിഷം വേണ്ട 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 വേണ്ട